ക്രിസ്തുവിൽ പ്രിയരെ, ദൈവദാസന്മാർ യോഹന്നാനോസ് പിതാവിൻ്റെ വിശുദ്ധ ജീവിതം പഠിക്കുകയും ധ്യാന വിഷയമാക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം കത്തോലിക്കാ സഭയോട് പുനരുദ്ധരിക്കപ്പെട്ടു എന്ന ചരിത്രം നമ്മളോട് പറയുമ്പോൾ തനിക്ക് നേട്ടമായിരുന്നതിനെയെല്ലാം ഉച്ഛിഷ്ടമായി കരുതി വലിച്ചെറിഞ്ഞ് കത്തോലിക്കാ സഭയോട് ഐക്യപ്പെടുകയും ആ ഐക്യത്തിൽ നിന്നുകൊണ്ട് മലങ്കര കത്തോലിക്കാ സഭയെ പടുത്തുയർത്തുകയും ചെയ്ത പിതാവിൻ്റെ ധീരമായ ദൈവാശ്രയബോധം, ഐക്യബോധം, സമർപ്പണം, അത് ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. ആർക്കും മാതൃകയാക്കാവുന്ന ഒരു വിശുദ്ധ ജീവിതവുമാണ്. നമ്മുടെ ഈ ഐക്യത്തിൻ്റെ, പുനരൈക്യത്തിൻ്റെ മറ്റ് തലങ്ങളുണ്ട്. ഇത് നമ്മുടെ മുൻപിൽ സഭകൾ തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നു, ഇടവകൾ തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നു, കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നു, വ്യക്തികൾ തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ സർവ്വവിധമായ ഐക്യം, അത് ദൈവത്തിലെത്തിച്ചേരുന്ന, അതിന് സഹായിക്കുന്ന നിർണായക ഐക്യമായി ഈ ലോകത്തിലെ എല്ലാ ഐക്യങ്ങളും പരിണമിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. യോഹന്നാനോസ് പിതാവിൻ്റെ വലിയ വീക്ഷണവും അതുതന്നെയാണ്. ഈ ഐക്യത്തിൻ്റെ വീക്ഷണം നമുക്ക് സ്വന്തമാക്കാം. അതിന് പിതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥത നമുക്ക് ലഭ്യമാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.